അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ വശീകരണ കർമ്മങ്ങളിലൂടെ വീണ്ടെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാം അനുഭവിക്കുന്നതായ മാനസിക വേദനയും ദുരിതവും ദുഃഖവും അത് ഒരാളോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉള്ളതായിരിക്കും. പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത്. ബന്ധങ്ങൾ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും കൂട്ടിച്ചേർക്കാൻ പ്രായോഗികമായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ജീവൻ കൊടുക്കാൻ സാധിക്കില്ല എന്നർത്ഥം. പക്ഷെ ചിലതൊക്കെ അത്യാസന്ന നിലയിലായിട്ട് അതിനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിലായിരിക്കുന്ന ചില പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് അതികഠോരമായ വശ്യകർമ്മങ്ങളിലൂടെ സാധാരണ നിലയിലൊക്കെ എത്തിക്കാൻ കഴിയും. പലരും നിർഭാഗ്യവശാൽ വെന്റിലേറ്ററും പോയിട്ട് ജീവനും പോയിട്ട് വരുന്ന അവസ്ഥയിലാണ് വരുന്നത്. പല സ്ഥലങ്ങളിലും പോയിട്ട് ഒരുപാട് ധനനഷ്ടമൊക്കെ സംഭവിച്ച് എല്ലാം റെഡിയാകുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈസയൊക്കെ നഷ്ടപ്പെട്ട് ഒക്കെയാണ് പല ആളുകളും വരുന്നത്. സത്യം അവരോട് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവരത് പിന്നെയും കേൾക്കുന്നില്ല, പിന്നെയും പോവുകയാണ്. ഇത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ല എന്നവരെ ബോധ്യപ്പെടുത്തിയാലും പലർക്കും അതിൽ വിശ്വാസം വരുന്നില്ല. അവർ വീണ്ടും ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട് പോകും. ആളുകളുടെ വാക്കുകൾ കേട്ട് പോയിട്ട് പൈസ ചിലവാക്കും. അവസാനം കടം വാങ്ങി വരെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ വിശദമായി നോക്കിയതിന് ശേഷം, അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ബന്ധത്തിന് എന്തെങ്കിലും ഒരു ജീവൻ്റെ തുടിപ്പുണ്ടെങ്കിൽ, സ്നേഹബന്ധത്തിനൊരു ജീവൻ്റെ തുടിപ്പുണ്ടെങ്കിൽ അതിനെ നമുക്ക് കർമ്മങ്ങളാകുന്ന വെന്റിലേറ്ററിൽ കയറ്റിയിട്ട് അതിന് പുതുജീവൻ കൊടുക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ അവസ്ഥകൾ അത്രയും ഡേഞ്ചറായ സ്ഥിതിയിൽ അത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും തിരിച്ചു കിട്ടിയേ മതിയാകൂ എന്ന് വരുന്ന പക്ഷമാണ് ഇതിൻ്റെയൊക്കെ ആവശ്യകത വരുന്നത്. അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇതിനൊക്കെ ധാരാളം കർമ്മങ്ങളുണ്ട്. ഇതിന് മുൻ വീഡിയോകളിലൊക്കെ ആ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മങ്ങളൊക്കെ തന്നെയാണ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നതും. കാരണം കർമ്മങ്ങൾ പുതുതായിട്ട് ഓരോ ദിവസവും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഉള്ള പഴയ കാര്യങ്ങളെയാണ് വീഡിയോകളായിട്ട് എല്ലാവർക്കും തന്നിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ അത്യാസന അവസ്ഥയിൽ ബന്ധം മുറിഞ്ഞിട്ട് വിളിച്ചില്ല എന്നുള്ള നിലയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് എന്ന് പറയുമ്പം ചില കർമ്മങ്ങളൊക്കെ അവർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ഏറ്റവും പ്രയോജനം ചെയ്യുക എന്ന് പറയുന്നത് ബന്ധം മുറിഞ്ഞിട്ട് അധികം നാളുകളാകാത്ത ആളുകൾക്കാണ് ഇത് ഏറ്റവും ഗുണം ചെയ്യുക. ഒരു വർഷത്തിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ അവസ്ഥയെല്ലാം തീരുമാനമായിട്ടുണ്ടാവും. 1, 2, 3 വർഷം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ഒരാഴ്ച, ഒരു മാസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കർമ്മങ്ങളുടെ പ്രസക്തി അവിടെ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ജീവനില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതിനുവേണ്ടി പണം പാഴാക്കിയിട്ടും കാര്യമില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഒരാൾ പോലും സ്നേഹനഷ്ടത്താൽ ആത്മഹത്യ ചെയ്യാൻ ഇടവരരുത്. എന്തെങ്കിലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യാൻ പറയുന്നത്. ഒരുപാട് ആളുകൾ സ്നേഹനഷ്ടം കൊണ്ട് ജീവൻ എടുക്കുന്നുണ്ട്, സത്യമൊന്നും അറിയാതെ. അത് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക. അവർക്ക് നല്ല മാനസിക പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവരോട് വിളിക്കാൻ പറയുന്നത്. എല്ലാവർക്കും
നന്ദി, നമസ്കാരം.